ഇരിങ്ങാലക്കുട നഗരസഭ 38-ാം വാർഡിൽ വാതിൽമാടം സങ്കേതത്തിലെ മണ്ണിടിച്ചിൽ ഒഴിവാക്കുന്നതിന് സംരക്ഷണ ഭിത്തി നിർമ്മാണം വൈകാൻ സാധ്യത. കുന്നിനോട് ചേർന്നുള്ള 4 വീട്ടുകാരെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാകാൻ വൈകുന്നതാണ് പ്രധാന കാരണം. വീടുകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന കുന്നിൽ നിന്നുള്ള മണ്ണിടിച്ചിൽ ഒഴിവാക്കുന്നതിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ മുൻ MLA പ്രൊഫസർ KU അരുണൻ മാസ്റ്റർ 63 ലക്ഷവും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു 40 ലക്ഷവും 3 മാസം മുൻപ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടും പദ്ധതി നടപ്പിലാക്കാൻ ഇതുവരെയും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പ്രൊഫസർ KU അരുണൻ മാസ്റ്റർ MLA ആയിരുന്ന സമയത്താണ് വാതിൽമാടം കോളനിയിലെ മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ 63 ലക്ഷം രൂപ അനുവദിച്ചത്. ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായെങ്കിലും കുന്നിനോട് ചേർന്നുള്ള 4 വീട്ടുകാരെ മാറ്റി പാർപ്പിക്കാതെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ കഴിയില്ലെന്ന് കരാറുകാരൻ അറിയിച്ചതോടെയാണ് പ്രവൃത്തി തടസ്സപ്പെട്ടത്. തുടർന്നാണ് 4 വീട്ടുകാർക്ക് മാറി താമസിക്കുന്നതിന് സ്ഥലത്തിനും വീടിനുമായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു 10 ലക്ഷം രൂപ വീതം അനുവദിക്കുകയും വീട് വെക്കുന്നതിനുള്ള സ്ഥലം കുഴിക്കാട്ടുകോണത്ത് കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുന്നതിനും ഈ ഭൂമിയിൽ പരമാവധി വേഗതയിൽ വീട് പണി പൂർത്തിയാക്കുന്നതിനും പണി തീരുന്നതുവരെ താൽക്കാലിക സുരക്ഷിത സംരക്ഷണം നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്താനും കൗൺസിൽ യോഗം തീരുമാനിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും നടപടിയുണ്ടായില്ല. ഓരോ വീട്ടുകാർക്കും രജിസ്ട്രേഷനും മറ്റുമായി 50,000 രൂപ വീതം വേണമെന്നാണ് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ 4 കുടുംബങ്ങളുടെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങൾക്കുമായി വാർഡ് കൗൺസിലർ ലേഖയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ തുടരുകയാണ്. ഒക്ടോബർ മാസത്തോടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഇതിനിടയിലാണ് കഴിഞ്ഞ ജൂണിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന വാതിൽമാടം കോളനി സന്ദർശിക്കുന്നതിനിടയിലാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന കുന്നുകണ്ട് അതിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ ആവശ്യമായ തുക കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തത്. അടിയന്തരമായി 50 ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയും അടുത്ത ദിവസം തന്നെ ജില്ലാ കളക്ടറെയും പ്ലാനിംഗ് ഓഫീസറുമായി ബന്ധപ്പെട്ട് തുക അനുവദിക്കുന്നതിനുള്ള നടപടികളെടുക്കാൻ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് സുരേഷ് ഗോപി നിർദ്ദേശം നൽകിയിരുന്നു. അടുത്ത ദിവസങ്ങളിൽ കാലങ്ങളായി മണ്ണിടിച്ചിൽ നേരിടുന്ന സ്ഥലമായതിനാൽ സംരക്ഷണ മതിൽ നിർമ്മിക്കുന്നതിനുള്ള MP ഫണ്ടിൽ നിന്നും ലഭിക്കുന്നതിനുള്ള നിയമ നടപടിയും ഭരണാനുമതിയും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ 31 വീട്ടുകാർ നഗരസഭയ്ക്ക് അപേക്ഷയും നൽകിയിരുന്നു. എന്നാൽ ഇതിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. MP ഫണ്ടിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നായിരുന്നു കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സന്റെ മറുപടി. അതേസമയം നാട്ടുകാർ നൽകിയ അപേക്ഷയിൽ ഓവർസിയർക്ക് അന്വേഷണത്തിന് നൽകിയിട്ടുണ്ടെന്ന് മുനിസിപ്പൽ സെക്രട്ടറി പറഞ്ഞു.